ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് മലയാളി അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഞാനിതിൽ കൂടുതലൊന്നും പറയുന്നില്ല. പുള്ളി പലതവണ ആവർത്തിച്ചു, അതുകൊണ്ടാണ് ഇന്ന് പറയേണ്ടി വരുന്നത്. MEA എൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അനാവശ്യമായി ഇതിനൊക്കെ ഒരു പബ്ലിക് ഡിസ്കഷന് നമ്മൾ തയ്യാറല്ല. ഇനി ഡിസ്കഷൻ ഇല്ല. അതാണ് ഞാൻ പറയാം. അല്ല, ഞാൻ ആർക്കെതിരെ പരാതി ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്കിപ്പം ഒറ്റ കാര്യമുള്ളൂ, പബ്ലിക് ഡിസ്കഷന് ആരും ഒരു ഇട കൊടുക്കരുത്. നിങ്ങൾക്കറിയാം, നമ്മൾ ചർച്ച ചെയ്യുന്ന ഇപ്പം ഞാനിപ്പോൾ പറയുന്ന ഓരോ കാര്യം പോലും ഈ സമയത്ത് അവിടെ അറിയുകയാണ്. യാഥാർത്ഥ്യമാണ്. നമ്മൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. ആവശ്യമില്ലാത്തൊരു വിവാദം ഈ കാര്യത്തിൽ ഉണ്ടാക്കരുത്. കാരണം ഇത് നമ്മളെ അല്ല, MNAയും കൂടി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചർച്ചയ്ക്കോ ഈ ഒരു ഡിസ്കഷനോ ഞാനില്ല. ഇത് അനാവശ്യമായ വിവാദം കഴിഞ്ഞ പ്രാവശ്യവും ചിലരുണ്ടാക്കി. ആ വ്യക്തികൾ തന്നെ വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് ഞാൻ പേര് പറയുന്നില്ല ആരുടെയും. പക്ഷേ ഇത് പിന്തിരിയേണ്ട ഒരു കാര്യമാണ് എന്ന് ഈ അവസരത്തിൽ എനിക്ക് പറയാം. എനിക്കറിയില്ല. ആരാന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതേപോലെ ഇതാ അടുത്തൊരു വിവാദം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഒരു വ്യക്തിയെ ഞാൻ പിന്തുണയ്ക്കുന്നു, എനിക്ക് ആരാന്നറിയില്ല. ഇപ്പൊ ഉണ്ടായ നിങ്ങളുടെ വിവാദം കണ്ടില്ല. ഇന്നിപ്പോൾ ഞാൻ എവിടെ നിന്ന് വന്നു, എങ്ങനെ ഈ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇന്നലെ ഞാനിത് കണ്ട് ഞങ്ങൾ ഷോക്ക്ഡാണ്. ഇതേപോലെ കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നത് കാണുമ്പോൾ പലതവണയായി വീണ്ടും ആവർത്തിക്കുന്നു. ഞങ്ങൾ മടുത്തിരിക്കുക. ഇന്നിപ്പം എനിക്ക് മുഖത്തേക്കുള്ള പരിപാടിയാണ് ഞാൻ പറയുന്നത്. ഈ പുള്ളി വീണ്ടും ഇത് ആവർത്തിക്കുക. അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത്. ഞാൻ ഇൻഡയറക്റ്റ്ലി ഇത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഒരു ചാനലിന് ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു, പേര് പറയാതെ. പക്ഷെ ഞാനിപ്പോൾ പേര് പറയുന്നത്, നമ്മൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ദൗത്യത്തിലാണ്. ആ ദൗത്യത്തിനെ വേർതിരിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് വേറെ ചില ശ്രമങ്ങളായിട്ടാണ് ഇദ്ദേഹം നടക്കുന്നത് എന്നുള്ളത് ഏറ്റവും ഖേദകരമാണെന്ന് പറയാതിരിക്കാൻ പറ്റും. അല്ല, ഞാൻ ഒന്ന് പബ്ലിക് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. മധ്യ തിരുവിതാംകൂറിലെ MLA ആണ് അദ്ദേഹം, ഇടകെട്ടി കാര്യങ്ങൾ വഷളാക്കുന്ന. മധ്യ തിരുവിതാംകൂറിൽ ഞാൻ മാത്രമേ MLA ഉള്ളൂ. മധ്യ തിരുവിതാംകൂറിൽ ഞാൻ മാത്രമേ MLA ഉള്ളൂ. ആ പേരില്ലാത്ത MLA അത് ആരാന്ന് അവർ പറയട്ടെ.